ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, പടച്ചതമ്പുരാൻ നമുക്ക് വന്നു എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമ്മുടെ റമദാനും നമ്മുടെ നമസ്കാരവും തറാവീഹും സദഖ സക്കാത്തുകളെല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്യും. ഇതിലെല്ലാം വന്നുപോയ പോരായ്മകൾ അല്ലാഹു തആല മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നിരിക്കുക. ഇന്ന് അസ്തമയത്തോടുകൂടി നമ്മൾ അവസാന പത്തിലേക്ക് കടന്നു. നമ്മുടെ പ്രാർത്ഥന മാറി അല്ലാഹുവേ, ഞങ്ങളെ നീ നരകത്തിൽ മോചിപ്പിക്കണമേ, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്നർത്ഥം വരുന്നൊരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ മാറി. അതോടൊപ്പം തന്നെ അല്ലാഹുവേ നീ അഫ്വാണ്, നീ മാപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്, നീ വിട്ടുവീഴ്ചയാണ്, നീ വിട്ടുവീഴ്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണം എന്നർത്ഥം വരുന്ന വലിയൊരു പ്രാർത്ഥനയിലേക്ക് നമ്മുടെ പ്രാർത്ഥന മാറുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധമായ റമദാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് നമുക്കറിയാം. ഖുർആൻ അവതരിച്ച മാസം എന്നുള്ളത്, അതില്ലെങ്കിൽ റമദാനിന് മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല. ഖുർആൻ അവതരിപ്പിച്ചത് അല്ലാഹു തആല റമദാനിലാണ്. റമദാനിൽ തന്നെ ലൈലത്തുൽ ഖദറിൽ ഖുർആൻ അവതരിപ്പിച്ചു എന്ന് ഖുർആൻ തന്നെ പറയുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്. ഖുർആനിനെ അവതരിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഖുർആൻ 23 വർഷക്കാലം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത ഒരു ഗ്രന്ഥമാണ്. പ്രത്യേകമായ സാഹചര്യങ്ങളിലാണ് ഖുർആൻ ഇറക്കി കൊടുക്കുക. അതിനൊരു കാരണമുണ്ടാവും. അപ്പോൾ ആയത്തുകളായിട്ടോ സൂറത്തുകളായിട്ടാണ് ഖുർആൻ അവതരിക്കുന്നത്. ഇവിടെ ഖുർആൻ ലൈലത്തുൽ ഖദറിൽ അവതരിച്ചു എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഒന്നാം ആകാശത്തേക്ക് ഖുർആൻ അവതരിച്ചു ഒന്നായിട്ട്. അത് ലൈലത്തുൽ ഖദറിലാണ്. അവിടെ നിന്നാണ് ഘട്ടം ഘട്ടമായിട്ട് 23 വർഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ എത്തിച്ചു കൊടുക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു വിശുദ്ധ ഖുർആനിനെ ഇറക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ദിവസമാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ ഈ റമദാനിലാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ത്യാഗം ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കാതെ പോയി എന്ന് പറഞ്ഞാൽ റമദാൻ അവന് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്. എന്നാണ് ഈ ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ എന്നാണെന്ന് സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. സത്യത്തിൽ അത് എന്നാണെന്ന് പ്രവാചകൻ അറിയിക്കപ്പെട്ടിരുന്നു. പക്ഷെ പ്രവാചകൻ നമ്മളോടത് പറഞ്ഞു തന്നിട്ടില്ല. അത് പറയാൻ വേണ്ടി പ്രവാചകൻ പള്ളിയിലേക്ക് വരുന്ന സമയം ഹദീസിൽ കാണാം, കലാഹ റജുലാനി, പള്ളിയിൽ കിടന്ന് 2 ആളുകൾ വഴക്കുണ്ടാക്കുക, ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് എനിക്ക് വിവരം കിട്ടിയിരുന്നു. അത് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ നിങ്ങൾ 2 പേര് കിടന്ന് പള്ളിയിൽ കിടന്ന് ബഹളം വെക്കുന്ന കണ്ടപ്പോൾ ഞാനത് മറന്നുപോയി. അത് നൽകുന്ന വേറൊരു സന്ദേശം കൂടിയുണ്ട്. പള്ളിയിൽ കിടന്ന് നമ്മളുണ്ടാക്കുന്ന ഈ ഒച്ചപ്പാടുകൾ, ഈ പള്ളിയുടെ പേരിൽ ഉണ്ടാക്കുന്ന ഒച്ചപ്പാടുകൾ, അങ്ങനെയുണ്ടല്ലോ. പള്ളിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കലുണ്ട്, പള്ളിയുടെ പേരിൽ ബഹളം ഉണ്ടാക്കലുണ്ട്, കമ്മിറ്റി തെരഞ്ഞെടുക്കാനും പൊതുയോഗത്തിലൊക്കെ ആയിട്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഉമ്മത്തിന്റെ നന്മ നഷ്ടപ്പെടുത്തി കളയുമെന്നുള്ള സൂചന കൂടി ഇതിനകത്തുണ്ട്. പള്ളി അല്ലാഹുവിന്റെ ഭവനമാണ്. അവിടെ ശാന്തതയും സമാധാനവും നിലനിൽക്കേണ്ട സ്ഥലമാണ്. പള്ളിയിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല, പള്ളിയുടെ പേരിലും ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ഒരു ഉമ്മത്തിന്റെ നന്മ അല്ലാഹു തആല എടുത്തിട്ടില്ല. നമ്മൾ ആലോചിച്ചെങ്കിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന വലിയൊരു പുണ്യം, അത് നമുക്ക് എന്നാണെന്ന കാര്യം, ആ അറിവ് നഷ്ടപ്പെട്ടത് ഈ 2 പേരുടെ പേരിലാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലഅല്ല ഹാദാ ഖൈറൻ ലക്കും, ഇത് നിങ്ങൾക്ക് നന്മയായിരിക്കും. ചില മറവികൾ നന്മയ്ക്കാണ്, അത് നന്മയായി തന്നെ ഭവിച്ചു. കാരണം അതെന്നാണെന്ന് നമ്മളെ അറിയിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനുവേണ്ടിയുള്ള ദീർഘമായ പരിശ്രമങ്ങളിൽ ഏർപ്പെടില്ല. ആ ഒരു ദിവസം വന്നത് മുതലെടുത്തു. അത് അല്ലാഹുവിന്റെ വലിയൊരു ഹിക്മത്തിന്റെ ഭാഗമാണ്. പടച്ചതമ്പുരാൻ പലതും നമ്മിൽ മറച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ മരണം നമ്മളെ അറിയിച്ചിട്ടില്ല. സത്യത്തിൽ നമ്മുടെയൊക്കെ മരണ തീയതി നമ്മളെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ
നമ്മളൊക്കെ ആ ഒരു തീയതിക്ക് തൊട്ട് മുമ്പ് തൗബ ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കും. അതുവരെ അടിച്ചുപിടിച്ച് ജീവിക്കും. അത് അറിയിക്കാത്തതുകൊണ്ടാണ് നാളെ ഇന്ന് കിടന്നുറങ്ങിയാൽ നാളെ ജീവനുണ്ടോന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഏതൊരു സമയത്തും ഈ ജാഗ്രതയിൽ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഖദറിന്റെ രാത്രി അല്ലാഹു അർപ്പിച്ച് കളഞ്ഞു എന്നുള്ളത് അത് നന്മയായിരിക്കുകയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നമുക്ക് നന്മയായിട്ട് ഭവിക്കുകയും ചെയ്യും. അതിനെ സംബന്ധിച്ച് മൊത്തത്തിൽ ഒരു ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഖദറിന്റെ രാത്രി എന്നുള്ളത് എല്ലാ വർഷവും ഉണ്ട്. എല്ലാ വർഷവും അത് ഉണ്ടെന്ന കാര്യത്തിൽ ജംഹൂറുൽ ഉലമാ ഏകകണ്ഠമായിട്ടുണ്ട്. അന്ത്യനാൾ വരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഏകോപിതരാണ്. ലൈലത്തുൽ ഖദർ ഇല്ലാത്തൊരു വർഷം ഉണ്ടാവില്ല. എല്ലാ വർഷവും ലൈലത്തുൽ ഖദർ. അത് റമദാനിലാണെന്ന കാര്യത്തിലും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർക്കും ഏകോപിച്ച അഭിപ്രായമുണ്ട്. അല്ല എന്ന അഭിപ്രായമുണ്ട്. റമദാനിലല്ല ലൈലത്തുൽ ഖദർ. ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളുണ്ട്. റമദാനിലാണ്. റമദാനിൽ തന്നെ അവസാനത്തെ ഒറ്റയായ രാവുകളിലാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ. റമദാനിന്റെ അവസാനത്തെ ഒറ്റയായ രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് അതിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആദ്യത്തെ ഒറ്റയായ രാവാണ് വിശുദ്ധ റമദാനിന്റെ 21-ാം രാവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലൈലത്തുൽ ഖദറിനെ ഇന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. 40 ചില്ലാനും അഭിപ്രായങ്ങളാണ് എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന വിഷയത്തിൽ മൊത്തത്തിൽ പണ്ഡിതന്മാർക്കുള്ളത്. 40-ലധികം അഭിപ്രായങ്ങളാണ്. അതിൽ ഒരഭിപ്രായമാണ് 21-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ ആകാൻ സാധ്യതയുണ്ട് എന്ന്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആലയുടെ അഭിപ്രായം അതാണ്. ഷാഫി ഇമാം അദ്ദേഹത്തിന്റെ ഉറപ്പിച്ചുള്ള അഭിപ്രായം അദ്ദേഹം പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ലൈലത്തുൽ ഖദർ 21-ാം രാവിലാണ് എന്നുള്ളതാണ്. നമുക്ക് ഷാഫി ഇമാമിനെ മാറ്റി നിർത്താൻ കഴിയില്ലല്ലോ. നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ്. ഫിഖഹിൽ നമ്മൾ അവലംബിക്കുന്നത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയാണ്. തന്നെയല്ല ഇമാം ഷാഫിയെ പോലുള്ള ലോകം കണ്ടൊരു പണ്ഡിതൻ. ഇന്നിപ്പോ നമുക്ക് ഏത് ഷാഫി എന്ത് ഷാഫി എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ആരാണ് ഇമാം ഷാഫി എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി സത്യത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് മക്കക്കാരനാണ്. ഷാഫി ഇമാം ജനിക്കുന്നത് ഗസയിലാണ്. ഇന്നത്തെ പ്രശ്നകലുഷിതമായ ഗസക്കാരനാണ് ശരിക്കും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. വാപ്പ ഗസയിലേക്ക് വന്നു. മക്കയിൽ നിന്നും ഗസയിൽ വന്നു. ഗസയിലാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ജനിക്കുന്നത്. 2 വയസ്സായപ്പോൾ വാപ്പ മരണപ്പെട്ടു. വാപ്പ മരണപ്പെട്ടപ്പോൾ ഉമ്മ കുട്ടിയെടുത്തുകൊണ്ട് മക്കയിലേക്ക് പോകുന്നു. മക്കയിൽ വന്ന് മക്കയിലുള്ള പണ്ഡിതന്മാരുടെ മകനെ അറിവ് പഠിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. 7 വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കി. മനപ്പാടമാക്കി പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊന്നും മനപ്പാടാക്കും പോലെയല്ല. വ്യാഖ്യാന സഹിതം മനപ്പാടമാക്കി. 7 വയസ്സിലെ കുട്ടിക്ക് ഖുർആൻ വ്യാഖ്യാന സഹിതം മനപ്പാടമാക്കാൻ കഴിയും. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. 10 വയസ്സായപ്പോൾ അന്ന് രചിക്കപ്പെട്ടിരുന്ന ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം ഇമാം മാലിക്കിന്റെ മുവത്തയാണ്. ഈ മുവത്ത 10 വയസ്സുള്ളപ്പോൾ മനപ്പാടമാക്കിയ ആളാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. മിനായിൽ നിൽക്കുമ്പോൾ ഒരു സംഘത്തെക്കാണ്. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾ മദീനയിലേക്കാണെന്ന് പറഞ്ഞു. എന്നെ കൂട്ടാവെന്ന് ചോദിച്ചു. ചെറിയ കുട്ടി. അങ്ങനെ അവരുടെ കൂട്ടങ്ങളുടെ കൂടെ അതിൽ കയറി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി മദീനയിലെത്തി. അവിടെ ചെല്ലുമ്പോൾ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന് മദീനയിൽ അവിടുത്തെ ദർസ് നടത്തുന്ന സമയം. ആ സദസ്സിൽ ചെന്നിരുന്നു. അപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഹദീസ് പറയുന്നത് എങ്ങനെയാണ്? ഹദ്ദസനി നാഫിഉ അൻ ഇബ്നു ഉമർ അൻ സാഹിബി ഹാദൽ ഖബരി. റസൂലിന്റെ ഖബറിലേക്ക് ചൂണ്ടിയിട്ട് മാലിക് ബിൻ അനസ് ഇങ്ങനെ പറയാണ്, ഈ ഹദീസ് എന്നോട് നാഫി പറഞ്ഞതാണ്. എന്റെ ഗുരുനാഥൻ നാഫി പറഞ്ഞതാണ്. നാഫിയോട് ഈ ഹദീസ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ഇബ്നു ഉമറാണ്. ഉമറുള്ളാഹിന്റെ മകനാണ്. ഇബ്നു ഉമറിനോട് ഈ ഹദീസ് പറഞ്ഞത് സാഹിബ് ഹാദൽ ഖബരി, ഈ ഖബറിൽ കിടക്കുന്ന ആളാണെന്ന് വിശ്വാസികളെ ഖബറിലേക്ക് ചൂണ്ടിയിട്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഹദീസ് പറയുന്നത്. ഇന്നൊരു ഹദീസ് പറയണമെങ്കിൽ ഒരുപാട് ഇടക്ക ആളുകളെ പറയേണ്ടി വരും. ഇവിടെ 2 പേരെയും മാലിക്കിന് പറയാനുള്ളൂ. ഒന്നെന്റെ ഗുരുനാഥൻ നാഫി, മറ്റൊന്ന് നാഫിന്റെ ഗുരുനാഥൻ ഉമർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹ്. ഈ അങ്ങനെ പറയുന്നത് തന്നെ കേട്ടപ്പോൾ ഷാഫി റഹ്മത്തുള്ളാഹി വല്ലാതൊരു രോമാഞ്ചം കൊണ്ടുപോയി. ഇങ്ങനെ ഒരു ഹദീസ് പറയുന്നു. 25 ഹദീസുകൾ അന്ന് ആ ദർസിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് മാലിക് റഹ്മത്തുള്ളാഹി. 25 ഹദീസുകൾ ഈ ചെറിയ കുട്ടി
മനപ്പാടാക്കുക. ചരിത്രത്തിൽ കാണാം, ഷാഫിമാൻ ചെല്ലുന്ന സമയത്ത് അവിടെ എഴുതാനൊന്നുമില്ല, പേപ്പറുകളോ അല്ലെങ്കിൽ തുകലുകളോ ഒന്നുമില്ല. തൻ്റെ ഉമിനീര് മുക്കിയിട്ടാണ് കയ്യിൽ എഴുതുകയാണ് ഹദീസ്. ഉമിനീര് മുക്കി കയ്യിൽ എഴുതുന്നതാണ് ഷാഫിമാവിന്റെ അന്നത്തെ രീതി. അങ്ങനെ കാരണം പഠിക്കാൻ എഴുതാനൊന്നുമില്ല. തൻ്റെ അധ്യയനം കഴിഞ്ഞപ്പോൾ, പഠനം കഴിഞ്ഞപ്പോൾ, ക്ലാസ് കഴിഞ്ഞപ്പോൾ മാലിക് ഇമാം ഈ കുട്ടിയെ വിളിക്കുന്നുണ്ട്. നീ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഉമിനീര് കൊണ്ട് കളിക്കുന്നുണ്ടല്ലോ, നീ ഏത് നാട്ടുകാരനാണ്? അദ്ദേഹം പറഞ്ഞ മക്കാരനാണ്. നീ ഖുറൈശിയാണോ? ഞാൻ ഖുറൈശിയാണ്. നിനക്ക് ഇത്തിരി അദബ് കുറവുണ്ടല്ലോ. എന്താണ് അദബ് കുറവ്? ഞാൻ ഹദീസ് പറയുന്ന സമയത്ത് നീ ഉമിനീര് കൊണ്ട് കളിക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ഉമിനീര് കൊണ്ട് കളിച്ചതല്ലോ ഉസ്താദേ. സത്യത്തിൽ എനിക്ക് എഴുതാൻ ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ആ ഹദീസുകൾ സത്യത്തിൽ കയ്യിൽ എഴുതുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ മനപ്പാടമാക്കുകയായിരുന്നു. ഇങ്ങനെ വലിയ അറിവിന്റെ വിഷയത്തിൽ അഗ്രഗണ്യനായ ഇമാം ഷാഫി റളിയല്ലാഹു അദ്ദേഹം പഠനം കഴിഞ്ഞ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിക്ക് 8 ദിവസം കൊണ്ടാണ് അവിടെ എത്തിയത്. ആ 8 ദിവസം കൊണ്ട് പകലൊരു ഖത്തം, രാത്രി ഒരു ഖത്തം, 16 ഖത്തമാണ് ഖുർആൻ ആവർത്തിച്ച് ഓതി തീർത്തു. ആ ഒരു യാത്രയിൽ തന്നെ അത്രമാത്രം ഖുർആനിൽ ഗവേഷണപ്പെടുവായ ഒരു പണ്ഡിതനാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ഒട്ടകത്തിന്റെ കയറ് നഷ്ടപ്പെട്ടാൽ അതെവിടെ പോയി എന്ന് ഞാൻ ഈ ഖുർആനിൽ കണ്ടുപിടിക്കും. നമുക്കിന്ന് നിയമങ്ങളെ ഖുർആനിൽ കിട്ടും. അദ്ദേഹത്തിന് ഒട്ടകത്തിന്റെ കയറോടെ പോയി എന്ന് പോലും കണ്ടുപിടിക്കാൻ ഈ ഖുർആൻ മതിയായി. അത്രമാത്രം ഗവേഷണപ്പെടുവായ ഖുർആനിലെ ഗവേഷണ പണ്ഡിതനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് 21-ാം രാവിലാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും 27-ാം രാവിലെ ഒരു ആചരണം, അത് പൊതുവെ ലോകത്തെവിടെയും നടന്നു വരുന്നൊരു കാര്യമാണ്. അന്നിങ്ങനെ വന്ന് കൂട്ടം കൂടിയിരുന്നൊരു ഓതി ദ്വായെന്ന് പോയാൽ 27 ലൈലത്തുൽ ഖദ്ർ കിട്ടുമെന്നൊരു ധാരണ. 27-ാമത് കിട്ടും, ലൈലത്തുൽ ഖദ്ർ കിട്ടിക്കൊടുക്കും. ലൈലത്തുൽ ഖദ്ർ കിട്ടണമെങ്കിൽ ഒറ്റയായ രാവുകളിലൊക്കെ നമ്മൾ പണിയെടുക്കേണ്ടി വരും. എന്നാൽ ലൈലത്തുൽ ഖദ്ർ കിട്ടണം. അതുകൊണ്ട് ഈ ഒരു രാവ് വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ്. നമ്മളതിനെ പരിഗണിക്കുക. എഴുത്തിക്കാഫ് ഇരിക്കുക എന്നുള്ളതാണ് ലൈലത്തുൽ ഖദ്ർ ചെയ്യേണ്ട അതിപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്. പള്ളിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ സമയം ചെലവഴിക്കുക, ഖുർആൻ ഓതുക, സുന്നത്ത് നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക. ഇനി ഒന്നിനും കഴിയില്ലെങ്കിൽ കിടന്നുറങ്ങിയാൽ പോലും മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഖദറിന്റെ രാത്രിയിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇതാണ് അതിന്റെ നേട്ടം. നമ്മുടെ കഴിഞ്ഞ കാലത്തെ എല്ലാ പാപവും പൊറുക്കപ്പെടും ഈ ഒരൊറ്റ രാത്രി കൊണ്ട്. മന്നാമ എന്ന മറ്റൊരു ഹദീസിലുണ്ട്, ഉറങ്ങിയാൽ പോലും. അപ്പൊ ഏതായാലും പള്ളിയുടെ അന്തരീക്ഷത്തിൽ കഴിച്ചു കൂടുക, അതാണ് ഖദറിന്റെ രാത്രി നമ്മൾ ചെയ്യേണ്ടത്. പള്ളിയുടെ അന്തരീക്ഷത്തിൽ ഒരാൾ കഴിഞ്ഞു കൂടിയാൽ 5 തരത്തിലുള്ള നേട്ടങ്ങളാണ് ഒരാൾക്ക് ലഭിക്കാറുള്ളത്. ഒന്ന്, അവന്റെ ദുനിയാവിന്റെ ഇടുക്കങ്ങൾ അല്ലാഹു തആല ഒഴിവാക്കി കളയും. ദുനിയാവിൽ അല്ലാഹു ഞെരുക്കങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ പ്രശ്നമാണല്ലോ ദുനിയാവിന്റെ ഞെരുക്കങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക അസ്വസ്ഥതകൾ. ഇങ്ങനെ ദുന്യവിയായ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പള്ളിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആൾക്ക് അല്ലാഹു തആല ദുനിയാവിന്റെ പ്രയാസങ്ങൾ ഒഴിവാക്കി കൊടുക്കും. പള്ളിയുമായി അകലുന്നവരും അല്ലാഹു പ്രയാസങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കും. എന്റെ ദിക്റിൽ നിന്നും ആരകന്നു കഴിയുന്നു അവന് ഞാൻ ജീവിത പ്രയാസങ്ങൾ കൊടുക്കും. ഖുർആൻ പറഞ്ഞതാണ്. അന്ത്യനാളിൽ ഞാൻ അവനെ അന്ധനായിട്ട് കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിത പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ എഴുത്തിക്കാഫ് ഉപകരിക്കും. 2, ഖബറിലെ പ്രയാസങ്ങൾ. ജീവിതം കഴിഞ്ഞാൽ മരണാനന്തരം ഖബറാണല്ലോ. എത്ര കാലം ഖബറിൽ കിടക്കണം ആർക്കും അറിയില്ല. മഹ്ശറിൽ എത്ര കാലം നിൽക്കണം എന്നറിയാം, മഹ്ശറിലേക്ക് എത്ര കാലം യാത്ര ചെയ്യണം അറിയാം. പക്ഷെ ഖബറിൽ ഒരു മനുഷ്യൻ എത്ര നാൾ കിടക്കേണ്ടി വരും അറിയില്ല. ആ ഖബറിൽ കിടക്കുന്ന കാലം അത്രയും അള്ളാഹു ഖബറിലെ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ പള്ളിയുമായുള്ള കൂടുതൽ ബന്ധം, പള്ളിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഉപകരിക്കും. ഖബർ ഒരു പ്രയാസം തന്നെയാണ്. ശൈദ് റളിയല്ലാഹു അൻഹു ഖബറടക്കിയപ്പോൾ വിശ്വാസം പറയുന്നുണ്ട്, ഖബറിലെ ഞെരുക്കത്തിൽ നിന്ന് അള്ളാഹു ആരെങ്കിലും രക്ഷിക്കുമായിരുന്നെങ്കിൽ സഅദിനെ രക്ഷിക്കുമായിരുന്നു. സഅദിനെ പോലും ഖബർ വെറുതെ വിട്ടിട്ടില്ല. ഖബറിന്റെ അഴുത്തത്തിൽ നിന്നും സഅദ് പോലും രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും ഖബറിൽ പ്രയാസങ്ങളുണ്ട്. അതിനെ നമ്മൾ ഒഴിവാക്കേണ്ടത് നമ്മുടെ ഇത്തരം കാര്യങ്ങളെ കൊണ്ടാണ്. പള്ളിയിലുള്ള കൂടുതൽ സമയം ചെലവഴിക്കുക എന്നതുകൊണ്ടാണ്. മൂന്നാമത് അല്ലാഹു നൽകുന്ന 2 നേട്ടം, ബാക്കിയുള്ള 3 നേട്ടങ്ങളും പരലോകത്താണ്. ഇത് രണ്ടും ദുനിയാവിലാണ്. ഒന്ന് ദുനിയാവിൽ, മറ്റൊന്ന് ഖബറിൽ. ആഖിറത്തിൽ അല്ലാഹു
നന്മതിന്മകൾ എഴുതി കിതാബിനെ വലത് കൈയിൽ തരുന്നതിന് കാരണമാകും. അത് എഴുത്തിക്കാഫിന്റെ മറ്റൊരു നേട്ടമാണ്. വലത് കൈ കൊണ്ട് കിതാബ് വാങ്ങാനുള്ള സമർത്ഥക്കുണ്ട്. മറ്റൊന്ന്, കിതാബ് വാങ്ങി സിറാത്തിലൂടെയാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടത്. അതാണ് ഏറ്റവും ദുർഘടം പിടിച്ചൊരു പ്രശ്നം. സിറാത്തിലൂടെ പോകുമ്പോൾ മനുഷ്യൻ താഴോട്ട് പോകും. അതിന്റെ താഴെയാണ് നരകവും. ഈ സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ, മറുകരയെത്തി സ്വർഗത്തിൽ എത്തിപ്പെടാൻ പള്ളിയുടെ എഴുത്തിക്കാഫ് ഉപകരിക്കുന്നു. അഞ്ചാമതായി, അപറാറുകളുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ എത്തപ്പെടാനും പള്ളിയുടെ എഴുത്തിക്കാഫ് ഉപകരിക്കുന്നു. ഈ 5 നേട്ടങ്ങൾ എഴുത്തിക്കാഫിന് അല്ലാഹു തആല ദുനിയാവിലും ഖബറിലും നാളെ അശ്റയിലും സ്വർഗത്തിലുമായി പരസ്പരം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട 5 നേട്ടങ്ങളാണ്. ഒരു എഴുത്തിക്കാഫ് എന്നുള്ളത് എഴുത്തിക്കാഫിരിക്കുന്നവൻ അവന്റെ പാപങ്ങളെയാണ് കൂടി ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എഴുത്തിക്കാഫാണ് ലൈലത്തുൽ ഖദറിന്റെ അതിപ്രധാനമായ ഇബാദത്ത് എന്ന് പറയുന്നത്. കഴിയുന്ന ആളുകൾ പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൊടുക്കുക, പോകുന്ന ആളുകൾ പ്രദേശത്തെ സമീപത്തുള്ള ചെറിയ പള്ളികൾ വഖഫ് ചെയ്ത സ്ഥലത്ത് എഴുത്തിക്കാഫ് ശരിയാവും. വഖഫ് ചെയ്ത സ്ഥലത്ത് മാത്രമേ എഴുത്തിക്കാഫ് ശരിയാവും. പള്ളികളായിരിക്കും, ജുമാഅത്ത് പള്ളിയോ അല്ലാത്ത പള്ളിയോ ഒക്കെ വഖഫ് എഴുത്തിക്കാഫിന് പറ്റും. പോകുന്ന ആളുകൾ പരിസരത്തുള്ള പള്ളികളിൽ കഴിയുന്നത്ര സമയം കഴിഞ്ഞു കൊണ്ടുക. എത്തിക്കാഫിന് നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ, എത്തിക്കാഫ് എന്നുള്ളത് സമയബന്ധിതമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ചുരുങ്ങിയ സമയം എത്രയെന്നില്ല, എത്ര ചുരുങ്ങിയ സമയം എത്തിക്കാഫിരിക്കാം. ഇപ്പൊ നേരം വെളുക്കുന്നവരെ ഇരിക്കാം, കഴിയുമെങ്കിൽ ഒരു 10 ദിവസം തുടർച്ചയായിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ രാത്രി, പകൽ ജോലിയുള്ള ആൾക്കാർക്ക് രാത്രി മാത്രം ഇരിക്കുക. അങ്ങനെ എത്തിക്കാഫിന് നിയ്യത്ത് ചെയ്തത് പള്ളിയിൽ കഴിഞ്ഞു കൊണ്ടുക, പള്ളിയുടെ ആദാബുകൾ പാലിക്കുക. ഇനി കഴിയാത്ത ആളുകൾ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഈ ഒരു രാത്രി ഇന്നെങ്ങാനും ലൈലത്തുൽ ഖദറാണെങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കഴിവിന്റെ പരമാവധി ദിക്റുകളിലും ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനയിലും ഇസ്തിഗ്ഫാറിലൊക്കെ ആയിട്ട് കഴിഞ്ഞൊഴിക്കുക. പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കാര്യം. അതോടൊപ്പം തന്നെ നരകത്തിൽ നമ്മൾ മോചിപ്പിക്കപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ കരുണയുള്ള പടച്ചതമ്പുരാൻ നമ്മുടെ പാപങ്ങളെല്ലാം മാപ്പാക്കി തരുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥാ, ഞങ്ങൾ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ ചെയ്തു പോയ മഹാഭാവികളും അല്ലാഹു മാപ്പാക്കി തരട്ടെ. പടച്ചവൻ പുറത്തു തരണേ അല്ലാഹു. പടച്ചവനെ, പരിശുദ്ധമായ റമദാനിന്റെ എല്ലാവിധ മഗ്ഫിറത്തും റഹ്മത്തും ഇത്തക്കും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ. പടച്ചവൻ, ഈ റമദാനിനെ ഞങ്ങൾ അനുകൂല സാക്ഷിയാക്കണേ അല്ലാഹു. പടച്ചവനെ, ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന സൗഭാഗ്യത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാൻ. അല്ലാഹു ഞങ്ങളുടെ ജീവിതം സൗഭാഗ്യത്തിലാക്കി തീർക്കണേ അല്ലാഹു. റാഹത്തിലാക്കണേ റഹ്മാനെ. ആഫിയത്ത് ദീർഘായുസ്സ് നൽകണേ അല്ലാഹു. പടച്ചവനെ, മരണം എപ്പോഴാണെങ്കിലും മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ. പടച്ചവൻ, മരിക്കുന്ന സമയത്ത് ഈമാൻ നൽകണേ അല്ലാഹു. പടച്ചവനെ, ധാരാളം ആളുകൾ രോഗികളാണ്. ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട്, വീടുകളിൽ വിശ്രമിക്കുന്നുണ്ട്, പലരും ആശുപത്രികളിലാണ്. ഈ റമദാനിൽ പോലും വെള്ളിയാഴ്ച പോലും പള്ളിയിൽ വരാൻ കഴിയാത്ത രോഗികളുണ്ട്. എല്ലാവർക്കും ശിഫ പ്രദാനിക്കണേ അല്ലാഹു. ആഫിയത്ത് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു, ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരുമുണ്ട്, നീ ശിഫയാക്കണേ പടച്ചവൻ. കിഡ്നി സംബന്ധമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ നീ ശിഫയാക്കണേ അല്ലാഹു. അല്ലാഹു, മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും നീ ശിഫ നൽകണേ പടച്ചവൻ. എല്ലാവർക്കും ആഫിയത്ത് ദീർഘായുസ്സ് നൽകണേ അല്ലാഹു. പടച്ചവനെ, ദുന്യവിയായ പ്രയാസങ്ങളുണ്ട്, കടങ്ങളുണ്ട്, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, കടമുള്ളവരുണ്ട്. എല്ലാവരുടെയും ദുനിയാവിന്റെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ പടച്ചവൻ. അല്ലാഹു, ആഖിറവും ഞങ്ങൾക്ക് നീ വെളിച്ചത്തിലാക്കണേ അല്ലാഹു. നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഇടം നൽകണേ റഹ്മാൻ. നിന്റെ ഹബീബിന്റെ സാരത്തിരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹു. പടച്ചവനെ, ലോക മുസ്ലിമീങ്ങൾ പല നിലക്കും പ്രയാസപ്പെടുന്നത്, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാഹു. പടച്ചവനെ, മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെ നീ നശിപ്പിക്കണേ പടച്ചവൻ. അല്ലാഹു, അവരുടെ ആയുധങ്ങളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹു. അല്ലാഹു, ശത്രുവിനെതിരായ ആയുധങ്ങൾക്ക് നീ ശക്തി നൽകണേ പടച്ചവൻ. അല്ലാഹു, എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കാൻ, ലോകത്ത് സമാധാനം സ്ഥാപിക്കപ്പെടാൻ നീ കാരണമാക്കണേ പടച്ചവൻ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.